ഈ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും അവസാനം മക്കള് വല്ലാണ്ട് കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കന്മാരുണ്ട്. വല്ലാത്ത സങ്കടമാണ്. അതുപോലത്തെ ഒരു സങ്കടത്തിലൂടെയാണ് മോശയും കടന്നു പോകുന്നത്. മോശ അതുകൊണ്ട് കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു എന്നാ പറയാൻ പറഞ്ഞതാണ്, ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയും. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മോശയാണ് അവരെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. മോശ അവർക്ക് വേണ്ടി എടുത്തേക്കണ റിസ്ക് വിടുക. ഇത് അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ ചില സമയത്തെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പം അവർ മോശയ്ക്കെതിരാവുകയും. ഇത് തന്നെയാണ് അപ്പനും അമ്മയും എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ അറിയാൻ മേലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികാരിയച്ഛൻ ഇടവക ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ, കൈക്കാരൻ എന്ന നിലയിൽ ഒക്കെ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ചില സമയത്ത് ഒരു വല്ലാത്ത രോഷം വരികയാണ്, അവർ ബഹളം ഉണ്ടാക്കിയാണ്. ഈ സമയത്ത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റണേ? ഈ സമയത്ത് നീ നന്ദിയില്ലാത്ത ജനമേ, നന്ദിയില്ലാത്ത വർഗങ്ങൾ എന്നും പറഞ്ഞ് അവരെ പുച്ഛിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ ഇതൊന്നും നടക്കൂല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥയിൽ അങ്ങനെ പറഞ്ഞു പോണതാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാതാപിതാക്കന്മാരായാലും തങ്ങളെ വേദനിപ്പിക്കുന്ന മക്കളെ ഉപേക്ഷിച്ച് കളയുകയല്ല ചെയ്യണം. അവരങ്ങനെ പറഞ്ഞാലും അവരാ മക്കളെ ചേർത്ത് പിടിക്കാൻ നോക്കും. അങ്ങനെ തന്നെ ചെയ്യണം. മുമ്പിൽ നടക്കണവർ പുറകിൽ പിന്നാലെ വരുന്നവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവർ നമ്മളെ പുച്ഛിച്ചാലും അവർ നമ്മളെ വേദനിപ്പിച്ചാലും അവരെ തള്ളിക്കളയരുത്. കാരണം നേതാക്കന്മാർ, ലീഡർമാർ അങ്ങനെ അണികളെ തള്ളിക്കളയാനുള്ളവരല്ല. അണികൾ കുറ്റപ്പെടുത്തുമ്പോഴും ആ അണികളെ ചേർത്ത് പിടിക്കാൻ കപ്പാസിറ്റി ഉള്ളവരെയാണ് ഈ ലീഡർമാരെന്ന് വിളിക്കാൻ പറ്റണേ. തിരിച്ചറിയാൻ പറ്റണം കേട്ടാ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.